നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. അധിക ഭൂമിക്ക് ഉടമസ്ഥത സെറ്റിൽമെന്റ് നിയമം നിയമസഭ പാസാക്കി. 1 കോടിയിലധികം പേർക്ക് പ്രയോജനമെന്ന് മന്ത്രി കെ രാജൻ. മലബാറിലെ നീക്കിയ ഭൂമി പ്രശ്നം പരിഹരിക്കുവാൻ സർക്കാർ നടപടിയായി. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനാവില്ലെന്ന കേന്ദ്ര നിലപാട് പ്രതിഷേധാർഹമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അരിപ്പ ഭൂസമരത്തിന് പരിഹാരമായി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നടക്കുന്ന ഡിജിറ്റൽ റീസർവേയിലൂടെ ഭൂരേഖകൾ അന്തിമമാക്കുമ്പോൾ അധികം വരുന്ന കൈവശ ഭൂമിയുടെ ഉടമസ്ഥത ഉറപ്പുവരുത്തുന്നതിനുള്ള 2025 കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി നിശ്ചയിക്കലും ക്രമവൽക്കരണവും ബിൽ നിയമസഭ പാസാക്കി. ഈ നിയമത്തിലൂടെ 1 കോടി കൈവശക്കാർക്ക് പ്രയോജനം ലഭിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞു. ഭൂഭരണത്തിൽ കേരളം ലോകത്തിന് തന്നെ മാതൃക സൃഷ്ടിക്കുന്ന നിയമമാണിതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തിങ്കളാഴ്ച ബിൽ അവതരണത്തിന് ശേഷം സബ്ജക്ട് കമ്മിറ്റിയുടെ വിശദമായ ചർച്ചയ്ക്ക് ശേഷമാണ് വെള്ളിയാഴ്ച വീണ്ടും ബിൽ സഭയിൽ വരികയും ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പാസാക്കുകയും ചെയ്തത്. 2023 സംസ്ഥാനത്ത് ഡിജിറ്റൽ റീസർവേ നടപടികൾ ആരംഭിച്ചത്. 2 വർഷം കൊണ്ട് കേരളത്തിലെ ആകെയുള്ള കൈവശങ്ങളുടെ 4/1 സർവേ പൂർത്തിയാക്കി. അടുത്ത 2 വർഷത്തിനുള്ളിൽ മുഴുവൻ ഭൂമിയുടെയും സർവേ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ സർവേ ചെയ്ത 60 ലക്ഷം ലാൻഡ് പാഴ്സലുകളിൽ 25 ലക്ഷത്തിലധികം കൈവശങ്ങളിലും അധിക ഭൂമി കണ്ടെത്തിയതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കേരളത്തിലാകെ 3 കോടിയിലധികം ലാൻഡ് പാഴ്സലുകൾ ഉണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇതിൽ പകുതിയോളം കൈവശങ്ങളിൽ അധിക ഭൂമി ഉണ്ടായിരിക്കുമെന്നാണ് ഇതുവരെയുള്ള സർവേയിൽ നിന്നും മനസ്സിലാക്കുന്നത്. പരമ്പരാഗത സർവേ ഉപകരണങ്ങളിൽ നിന്നു മാറി ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് സർവേ നടത്തുമ്പോൾ ഉണ്ടാകുന്ന കൃത്യത മൂലമാണ് ഇത്തരത്തിലുള്ള വിസ്തീർണ വർധനവ് കൂടുതലും കണ്ടുവരുന്നത്. കൈവശ ഭൂമിയുടെ വ്യക്തമായ അതിരുകൾക്കുള്ളിലുള്ള തർക്കമറ്റ കൈവശങ്ങൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. സമീപത്തുള്ള സർക്കാർ ഭൂമിയിലും കുറവ് വരാൻ പാടില്ല. നിലവിലുള്ള സർവേ നിയമങ്ങൾ പ്രകാരം ഓരോ വില്ലേജിലെയും സർക്കാർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷമായിരിക്കും സ്വകാര്യ ഭൂമി അളക്കുന്നത്. ഇതുമൂലം സർക്കാർ ഭൂമി പൂർണ്ണമായും സംരക്ഷിക്കപ്പെടും. അതുപോലെ തന്നെ അനധികൃത കയ്യേറ്റങ്ങൾ കണ്ടെത്താനുമാകും. സർക്കാർ ഭൂമിയിൽ കുടിയേറിയ ഭൂരഹിതർ അർഹരാണെങ്കിൽ അവർക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അധിക ഭൂമി കൈവശത്തിന് ഉടമസ്ഥതാ രേഖ നൽകുന്നതിനുള്ള നടപടികൾ ചട്ടം വഴി നിശ്ചയിക്കാൻ സർക്കാരിന് നിയമം അധികാരം നൽകുന്നുണ്ട്. ഏറ്റവും ലളിതമായ നടപടിക്രമങ്ങളിലൂടെ ആയിരിക്കും ഉടമസ്ഥതാ രേഖ നൽകുന്നതെന്ന് റവന്യൂ മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. 1 നൂറ്റാണ്ട് മുൻപ് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ മേഖലകളിൽ നടന്ന സർവേയുടെ അടിസ്ഥാനത്തിലുള്ള സെറ്റിൽമെന്റ് രേഖകളാണ് ഭൂമിയുടെ ഉടമസ്ഥതയും കൈവശവും സംബന്ധിച്ച നിലവിലെ അടിസ്ഥാന രേഖകൾ. ഐക്യ കേരളത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന സെറ്റിൽമെന്റ് നടപടികളായിരിക്കും ഡിജിറ്റൽ റീസർവേയിലൂടെയും സെറ്റിൽമെന്റ് ആക്ടിലൂടെയും ഉണ്ടാകുന്നതെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. ഭൂമി സംബന്ധമായ അവകാശ തർക്കങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് നിയമത്തിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്ന മുറയ്ക്കാണ് വില്ലേജുകളിൽ നിയമം നടപ്പിലാവുകയെന്നും മന്ത്രി അറിയിച്ചു. അരിപ്പ ഭൂസമരത്തിന് പരിഹാരമായി. 14 വർഷക്കാലമായി ഭൂരഹിതരായ ദളിത്, ആദിവാസി ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ നടത്തി വന്നിരുന്ന പുനലൂർ താലൂക്കിലെ അരിപ്പ ഭൂസമരം അവസാനിപ്പിക്കാൻ സർക്കാർ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ സമരം ചെയ്യുന്ന സംഘടനകൾ അംഗീകരിച്ചതായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന 35 കുടുംബങ്ങൾക്ക് 1 ഏക്കർ ഭൂമിക്കുള്ള അവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെ അരിപ്പ സമരഭൂമിയിൽ 20 സെന്റ് പുരയിടവും 10 സെന്റ് നിലവും വീതവും നൽകും. സമരത്തിലുള്ള 209 പട്ടികജാതി വിഭാഗ കുടുംബങ്ങൾക്ക് 12 സെന്റ് വീതവും ജനറൽ വിഭാഗത്തിൽപ്പെട്ട 78 കുടുംബങ്ങൾക്ക് 10 സെന്റ് വീതവും ഭൂമി പതിച്ചു നൽകി പട്ടയം അനുവദിക്കാനും സർക്കാർ തീരുമാനിച്ചു. ഈ വ്യവസ്ഥകളാണ് ഭൂസമരം നടത്തുന്ന 6 സംഘടനകളും ചർച്ചയിൽ അംഗീകരിച്ചത്. സർക്കാർ വ്യവസ്ഥകൾ സമരക്കാർ അംഗീകരിച്ച സാഹചര്യത്തിൽ അവരെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുന്ന നടപടികളിലേക്ക് ഉടൻ കടക്കും. അരിപ്പയിൽ നിലവിൽ ഭൂമി കയ്യേറി കുടിൽ കെട്ടിയാണ് സമരം നടത്തുന്നത് എന്നതിനാൽ ഭൂമി അളന്ന് സെറ്റിൽ ചെയ്യേണ്ടി വരും. ഇതിനായി പുനലൂർ RDOയെ സെറ്റിൽമെന്റ് ഓഫീസറായി നിയോഗിച്ചതായി മന്ത്രി അറിയിച്ചു.
സർവേ നടപടിക്രമങ്ങൾ തിങ്കളാഴ്ച ആരംഭിച്ച് 10 ദിവസത്തിനകം പൂർത്തിയാക്കുന്നതിനാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. 2026 ജനുവരിയിൽ പുതുവർഷ സമ്മാനമായി ഭൂമി ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പുനലൂർ താലൂക്കിലെ തിങ്കൾക്കരിക്കം വില്ലേജിലെ സർവേ നമ്പർ 745-1 94 ഏക്കർ സർക്കാർ പുറമ്പോക്ക് ഭൂമി കുത്തകപ്പാട്ട വ്യവസ്ഥ ലംഘിച്ച് തങ്ങളുകുഞ്ഞു മുസ്ലിയാർ കൈവശം വെച്ചിരുന്നു. 1997 ഓഗസ്റ്റ് 4 PS സുബാൽ MLA ഇടപെടൽ അനുസരിച്ച് അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി KE ഇസ്മയിലിന്റെ നേതൃത്വത്തിൽ വകുപ്പ് അധികൃതർ ഈ ഭൂമി തിരിച്ചുപിടിച്ചു. സർക്കാർ ഉത്തരവനുസരിച്ച് ഇതിൽ നിന്നും 13.55 ഏക്കർ കുളത്തൂപ്പുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിനും 21.53 ഏക്കർ ചെങ്ങറ ഭൂസമരക്കാർക്കും കൈമാറി. ശേഷിക്കുന്ന ഭൂമിയിൽ 2012 ഡിസംബർ 31 മുതൽ ഭൂരഹിതരായ ദളിത് ആദിവാസി വിഭാഗങ്ങൾ ദീർഘകാല പ്രക്ഷോഭം ആരംഭിക്കുകയായിരുന്നു. ജീവിക്കാനും കൃഷി ചെയ്യാനുമായി ഭൂമി ആവശ്യപ്പെട്ടാണ് 14 വർഷമായി അവർ സമരം തുടർന്നത്. അന്നു മുതൽ സമരം ഒത്തുതീർപ്പാക്കുവാൻ സർക്കാർ ഇടപെടലുകൾ നടന്നിരുന്നു. ആധുനിക സംവിധാനങ്ങളോടെ അളന്നതനുസരിച്ച് അരിപ്പയിൽ 48.8304 ഏക്കർ ഭൂമി ശേഷിക്കുന്നുണ്ട്. ഇവിടെ തന്നെ പുരയിടവും കൃഷിഭൂമിയും വേണമെന്ന സമരക്കാരുടെ ആവശ്യത്തോടാണ് ഈ സർക്കാർ അനുഭാവപൂർവമായ നിലപാട് സ്വീകരിച്ചതെന്ന് മന്ത്രി വിശദീകരിച്ചു. റോഡും കളിസ്ഥലവും ഉൾപ്പെടെ പൊതു ആവശ്യമൊഴിച്ച് 39.9 ഏക്കർ ഭൂമിയാണ് അരിപ്പ ഭൂസമരക്കാർക്ക് അനുവദിക്കുന്നത്. നിരന്തരമായ ഇടപെടലുകളും ചർച്ചകളും നടത്തിയാണ് സന്തോഷകരമായ തീർപ്പിൽ എത്തിയിരിക്കുന്നത്. ചെങ്ങറ ഭൂസമരം തീർപ്പാക്കി നേരത്തെ ഭൂമി വിതരണം ചെയ്തിരുന്നു. താമസയോഗ്യമല്ല എന്ന പ്രശ്നം ചൂണ്ടിക്കാട്ടി പലരും ആ ഭൂമി ഉപേക്ഷിച്ചു പോയതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന ഭൂമി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി അന്വേഷിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അനു എസ് നായർ IAS നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി K രാജൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ PS സുബാൽ MLAയും ലാൻഡ് റവന്യൂ കമ്മീഷണർ ജീവൻ ബാബുവും പങ്കെടുത്തു. മലബാർ മേഖലയിലെ ജില്ലകളിൽ നികുതി കെട്ടാത്ത ഭൂമി അഥവാ NIK ഭൂമി സംബന്ധിച്ചുള്ള പ്രശ്നം പരിഹരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതായി റവന്യൂ മന്ത്രി K രാജൻ അറിയിച്ചു. മലബാർ മേഖലയിലെ ആയിരക്കണക്കിന് ഭൂ ഉടമകൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മലബാർ മേഖലയിൽ നികുതി കെട്ടാത്ത ഭൂമി രജിസ്റ്റർ ചെയ്ത് കരമൊടുക്കാൻ അനുവാദം നൽകുന്നതിന് 1895 മലബാർ ലാൻഡ് രജിസ്ട്രേഷൻ ആക്ടിലുള്ള വ്യവസ്ഥകളാണ് ഉപയോഗപ്പെടുത്തി വന്നിരുന്നത്. എന്നാൽ 2005 മലബാർ ലാൻഡ് രജിസ്ട്രേഷൻ ആക്ട് റദ്ദാക്കി സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. സംസ്ഥാനത്തിന് ആകമാനം ബാധകമായ 1961 കേരള ലാൻഡ് ടാക്സ് ആക്ട് നിലവിൽ വന്നതുമൂലം ഇക്കാര്യങ്ങൾക്ക് ബാധകമാക്കേണ്ടത് പ്രസ്തുത നിയമമാണ് എന്ന ലോ കമ്മീഷൻ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഓർഡിനൻസ് പുറപ്പെടുവിച്ചത്. ഓർഡിനൻസ് നിയമസഭയിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ ചില നിയമപ്രശ്നങ്ങൾ മൂലം കേരള ലാൻഡ് ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. മലബാർ മേഖലയിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇതുമൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്നത്. ഇക്കാര്യത്തിൽ ആവശ്യമായ നിയമോപദേശം ലഭ്യമാക്കിയ ശേഷം 1961 ലാൻഡ് ടാക്സ് ആക്ട് പ്രകാരം തുടർ നടപടികൾ പുനരാരംഭിക്കുവാൻ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ലാൻഡ് ടാക്സ് ആക്ടിലെ 3 വകുപ്പ് പ്രകാരം കൈവശക്കാരൻ എന്നതിന്റെ പരിധിയിൽ നികുതി കെട്ടാത്ത ഭൂമി ഉടമകൾ ഉൾപ്പെടും എന്ന് കണക്കാക്കിയാണ് പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതെന്നും റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനാവില്ലെന്ന് ഹൈക്കോടതിയെ അറിയിച്ച കേന്ദ്ര സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ. കോടിക്കണക്കിന് രൂപയുടെ കോർപ്പറേറ്റ് വായ്പകൾ എഴുതിത്തള്ളാൻ ഒരു മടിയും കാണിക്കാതിരുന്ന കേന്ദ്ര സർക്കാർ ദുരന്തബാധിതരോട് കാണിക്കുന്നത് കൊടും ക്രൂരതയാണെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ആ സ്ഥലത്തെ മുഴുവൻ ആളുകളുടെയും കടങ്ങൾ എഴുതിത്തള്ളാൻ കഴിയുന്ന സെക്ഷൻ 13 എടുത്തു കളഞ്ഞത് ഹൈക്കോടതി ചോദ്യം ചെയ്തിരുന്നു. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് ഇന്ത്യയിലെ ജനങ്ങളോട് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന് മന്ത്രി പറഞ്ഞു. ദുരന്തമുണ്ടായ ശേഷം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ സമീപിച്ച് നടത്തിയ മെമ്മോറാണ്ടത്തിലും അഭ്യർത്ഥനകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ദുരന്ത മേഖലയിലെ വായ്പകൾ എഴുതിത്തള്ളണം എന്നത്. ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി ഓരോ സിറ്റിംഗിലും അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് കടങ്ങൾ എഴുതിത്തള്ളുന്നതിനെ കുറിച്ച് ആവർത്തിച്ചിരുന്നു. പരിശോധിക്കുകയാണെന്നും നടപടി തുടരുകയാണെന്നും കോടതിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന കേന്ദ്ര അഭിഭാഷകൻ ജൂൺ മാസത്തിൽ അങ്ങേയറ്റം വിചിത്രമായാണ് കടങ്ങൾ എഴുതിത്തള്ളാനുള്ള അധികാരം നൽകുന്ന സെക്ഷൻ 13 എടുത്തുകളഞ്ഞതായി അറിയിച്ചത്. അന്നും കോടതി കേന്ദ്രത്തോട് പറഞ്ഞത് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് അറിയിക്കണമെന്നാണ്.
ഇതിനെ തുടർന്ന് അവധി നേടി മടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ ബുധനാഴ്ച നൽകിയ സത്യവാങ്മൂലത്തിലാണ് ലോൺ എഴുതിത്തള്ളാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന വിവരം കോടതിയെ അറിയിച്ചത്. കേരളത്തെ സഹായിക്കാൻ തയ്യാറല്ല എങ്കിൽ അത് ജനങ്ങളോട് പരസ്യമായി പറയണമെന്നാണ് ഹൈക്കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിലും കൂടുതലായി കോടതി എന്താണ് പറയുക എന്ന് മന്ത്രി വിശദമാക്കി. കാരുണ്യമല്ല കേരളം തേടുന്നത്, കേരളത്തിന് ലഭ്യമാകേണ്ട ന്യായമായ അവകാശമാണ് എന്ന് കോടതി കേന്ദ്രത്തോട് പറഞ്ഞിരിക്കുകയാണ്. വായ്പ എഴുതിത്തള്ളുന്നത് കേന്ദ്രത്തിന്റെ അധികാരപരിധിക്ക് പുറത്താണ് എന്ന് പറഞ്ഞ കേന്ദ്ര അഭിഭാഷകനോട് ഭരണഘടന വായിച്ചു വരണം എന്നുപോലും ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നു. ആരെയാണ് നിങ്ങൾ വിഡ്ഢികളാക്കാൻ നോക്കുന്നതെന്നും കോടതി ചോദിച്ചിരിക്കുകയാണ്. കേന്ദ്ര നിലപാട് ഇങ്ങനെയാണെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും കോടതി പറഞ്ഞു. ഇതിലും രൂക്ഷമായി എന്താണ് ഇനി കേന്ദ്രം കേൾക്കാനുള്ളത്? കേരളത്തിനു വേണ്ടി ഹൈക്കോടതി കൈക്കൊണ്ട നിലപാടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കടവും തിരിച്ചുപിടിക്കാൻ പാടില്ല എന്ന് ബാങ്കുകളോട് നിർദ്ദേശിച്ചതാണ്. ബാങ്കുകളെ കേസിൽ കക്ഷി ചേർക്കാനും കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. കേന്ദ്ര നിലപാടിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ മുന്നിൽ കേരളം അറിയിക്കും. കേരളത്തിന്റെ ഭാവി വികസന ലക്ഷ്യം മുൻനിർത്തി സർവേ ഭൂരേഖ വകുപ്പ് സംഘടിപ്പിക്കുന്ന വിഷൻ 2031 സംസ്ഥാനതല സെമിനാർ ഒക്ടോബർ 17 എറണാകുളം കളമശ്ശേരിയിലെ സ്റ്റാർട്ടപ്പ് മിഷൻ ക്യാമ്പസിൽ നടക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിൽ ഭൂഭരണത്തിലെ ആധുനികവൽക്കരണത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന സെമിനാറിൽ ഡിജിറ്റൽ സർവേയും അനുബന്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാനൽ ചർച്ചകളും സംഘടിപ്പിക്കും. സെമിനാറിൽ മന്ത്രിമാരായ കെ രാജൻ, പി രാജീവ്, സാങ്കേതിക വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.